തൊട്ടപ്പുറത്ത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ദീപക് മലയമ്മ കൂടി ചേരുന്നുണ്ട്. ദീപക് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് ദീപക് നേരത്തെ പ്രതികരിച്ചവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാവുന്നതൊന്ന്, ഈ അതീവ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച എന്തായാലും അവിടെ ഉണ്ട്. കാരണം പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഈ സെക്യൂരിറ്റി സംവിധാനങ്ങളെല്ലാം ഉള്ളവരാണ്. സെക്യൂരിറ്റികളോട് തന്നെ നേരിട്ട് സംസാരിക്കുകയുണ്ടായി. മാത്രമല്ല കോഴിക്കോട് തന്നെ ഏറ്റവും തിരക്കേറിയ ഹോസ്പിറ്റലുകളിൽ ഒന്നാണത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒ പിയിലേക്കോ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കോ ഒക്കെ ഒരാൾക്ക് വടിവാളുമായി കടന്നു ചെല്ലാൻ കഴിയുന്നത് പോലെയല്ലല്ലോ ഒരു സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് ചെല്ലുക എന്നുള്ളത്. അതെങ്ങനെ സാധ്യമായി എന്നുള്ളതൊരു ചോദ്യമാണല്ലോ. അപ്പോൾ എവിടെയാണ് സുരക്ഷ ഇല്ലാതെ പോയത് എന്നുള്ളതാണ്. കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് സംശയാസ്പദമായി ഒന്നും തോന്നിയില്ല എന്നുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടെങ്കിലും ഒരു സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് എങ്ങനെയാണ് ഒരാൾക്ക് വടിവാളുമായി കയറി ചെല്ലാൻ കഴിയുന്നത്? ദീപക്, റോഷ്നി, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവിടേക്ക് നമ്മൾ അല്പം മുൻപ് PRO ഒക്കെ സംസാരിച്ചു. ഇപ്പോൾ ആറമ്മ കൂടിയുണ്ട്. സാറിൻ്റെ ഒരു പ്രതികരണം. സാറേ, ഇല്ല വേറെ ഒന്നുമില്ല. അതായത് അവിടെ നിന്ന് ഇപ്പോൾ ഒരാൾക്ക് വടിവാളൊക്കെ ആയിട്ട് വരാൻ കഴിയുന്ന സാഹചര്യം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത്? അല്ല, ഇത് തികച്ചും അപ്രതീക്ഷിതമാണ്. സൂപ്രണ്ടിൻ്റെ റൂമിലേക്ക് തള്ളിക്കയറിയ ഒരു പ്രതിയാണ്. അപ്പം എന്താ സംഭവിക്കുന്നത് അദ്ദേഹത്തിന് അറിയുന്നില്ലല്ലോ. ഒരു കൊലപാതക ശ്രമത്തിൻ്റെ ഒരാൾക്ക് പ്രീ പ്ലാൻഡ് അല്ലാതെ ഇങ്ങനെ ചെയ്യാൻ കഴിയും? അത് നമുക്കറിയില്ല. ഒരു സഞ്ചിയിൽ അങ്ങനെ വല്ലതുമാണ് ആയുധം കൊണ്ടുവന്ന് മനസ്സിലാക്കി. നമ്മൾ ഡ്യൂട്ടിയിലാണ്, കാഷ്വാലിറ്റിയിലാണ്. പിന്നെ വെട്ടേറ്റ നിലയിൽ അദ്ദേഹത്തെ കാഷ്വാലിറ്റിയിലേക്ക് എത്തിച്ചതാണ്. പിന്നെ സംഭവങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നത്. പിന്നെ നമ്മളെല്ലാം അതിൻ്റെ ഒരു പുറകിലാണ്. വാക്കിൽ പോലും ഉണ്ട് ആ ഒരു ഭയം എവിടെയൊക്കെ ഉണ്ട്. ആ ഒരു ഇതും മോചനായിട്ടില്ല ആ ടെൻഷനിൽ. തികച്ചും തലയിൽ വെട്ടേറ്റ് സ്വന്തം കൂടെ വർക്ക് ചെയ്യുന്ന ആൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ടെൻഷനാവുമല്ലോ. അപ്പം ബാക്കി കാര്യങ്ങൾ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ പ്രാഥമികമായിട്ടുള്ളത് വളരെ ഡീപ്പ് ഇഞ്ചുറിയാണ്. ബാക്കി സ്കാനിങ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും. അത്തരത്തിലാണ്, അതായത് ഇവിടേക്കാണ് അയാൾ എത്തുന്നത് എന്നുള്ളതാണ്. ഇവിടെ വെച്ചായിരുന്നു ആ ഒരു മീറ്റിംഗ്, നേരത്തെ സൂപ്രണ്ട് സൂചിപ്പിച്ചതുപോലെയുള്ള മീറ്റിംഗ് ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇതിനകത്താണ് ഡോക്ടർ വിപിനും ഒപ്പം തന്നെ രണ്ട് ലാബിലെ ജീവനക്കാരുമൊക്കെ ഉണ്ടായിരുന്നത്. അവരിവിടെ നിന്ന് സംസാരിക്കുന്നതിനിടയിലാണ് പ്രതി ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ എത്തി തുടർന്ന് അകത്തേക്ക് തള്ളിക്കയറുകയും ഇപ്പോൾ പോലീസ് അവിടെ പൂർണ്ണമായും ആ സീൻ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവിടേക്ക് എത്തുകയും ഒരു പ്രകോപനവും ഇല്ലാതെ തന്നെ തൻ്റെ മകളെ കൊന്നവരല്ലേ എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് കയ്യിൽ കരുതിയിരുന്ന വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് തലയ്ക്ക് വെട്ടുകയായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ ആർമോ സംസാരിച്ചതുപോലെ ആഴത്തിലുള്ള മുറിവ് തലയ്ക്ക് ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടേക്ക് എത്തുന്ന വഴി കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് താലൂക്ക് ആശുപത്രിയുടെ പ്രധാന കവാടം കടന്ന് വരുന്ന വഴി എന്ന് പറയുന്നത്. ഈ വഴിക്ക് ചെന്നതിന് ശേഷം വലതുവശത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാലാണ് സൂപ്രണ്ട് ഇരിക്കുന്നത്. ഇന്നിപ്പോൾ മീറ്റിംഗ് ഉൾപ്പെടെ നടന്നിട്ടുള്ള ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അവിടേക്കാണ് ഇയാൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. നേരത്തെ പ്രതിഷേധമൊക്കെ പ്രധാന കവാടത്തിൻ്റെ തൊട്ടരികിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഈ കുട്ടിക്കൊപ്പമാണ് അയാൾ എത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നേരത്തെ PRO തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ തന്നെ ഇത്തരത്തിലൊരു കൃത്യം നടത്തി എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഈ ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് നേരെ മുൻവശത്തേക്ക്, അതായത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ പ്രധാന എൻട്രൻസിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആ ഒരു എൻട്രൻസിൻ്റെ പുറത്ത് വന്ന അയാൾ ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിലൊരു ആക്രമണത്തിന് മുതിരുന്നു എന്നതിൻ്റെ ഒരു തരത്തിലുള്ള സൂചനകളും നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും പറയേണ്ടത്. പെട്ടെന്നുണ്ടായിരുന്ന ആക്രമണം എന്നുള്ള നിലയ്ക്കാണ് കാണുകയും ചെയ്യേണ്ടി വരിക. കുറച്ച് നാളുകൾക്ക് മുൻപാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരു കുട്ടി, 9 വയസ്സുകാരി കോരങ്ങാട് സ്വദേശിനിയായ കുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ കുട്ടിക്ക് രോഗബാധ ഏൽക്കുന്ന സാഹചര്യം അത് തിരിച്ചറിയാൻ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ഉൾപ്പെടെ സാധിച്ചില്ല എന്നുള്ളതായിരുന്നു ഒരു ആക്ഷേപമായി പ്രധാനമായും അവർ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ആ ആക്ഷേപം പിന്നീട് വലിയ രീതിയിൽ വളർന്നു വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് മതിയായ ചികിത്സ ഉൾപ്പെടെ നൽകിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ടായി എന്നുള്ളത് തന്നെയാണ് പറയേണ്ടിയും വരിക. അങ്ങനെ അതിനുശേഷം പിന്നീട് പ്രത്യക്ഷത്തിൽ ഇവിടെ ആശുപത്രിയിലേക്ക് എത്തുകയോ ഇത്തരത്തിൽ പരാതികൾ ഉന്നയിക്കുകയോ ഒന്നും ചെയ്യുന്ന കാഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിലുണ്ടായിരുന്ന ജീവനക്കാരൊക്കെ തന്നെ വിശദീകരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഉച്ചയോടുകൂടിയാണ് ഇയാൾ ആശുപത്രിയിലേക്ക് എത്തുന്നത്. എന്താണ് ഇവിടെ
കാത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഡോക്ടറെ കാണണം എന്നുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അതിനുശേഷമാണ് സൂപ്രണ്ടിൻ്റെ ഓഫീസ് അന്വേഷിച്ച് പോകുന്നത്. ആ ഘട്ടത്തിൽ സൂപ്രണ്ട് ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. പകരം മറ്റൊരു ഡോക്ടർ, അതായത് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്ന ഡോക്ടർ വിപിനും ഒപ്പം തന്നെ ലാബുമായി ബന്ധപ്പെട്ട 2 ജീവനക്കാരും മറ്റൊരു രോഗിയുമായി ബന്ധപ്പെട്ട ഒരാളുമാണ് അവിടെ സംസാരത്തിൽ ഉണ്ടായിരുന്നത്. മുൻപുണ്ടായിരുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് ഇയാൾ അവിടേക്ക് എത്തുന്നത്. കയ്യിലെ ബാഗിൽ കരുതിയിരുന്ന വടിവാൾ ഉപയോഗിച്ച് വെട്ടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത്. ഓക്കെ,